ഈ ലോകകപ്പ് ആര് നേടും എന്നതുപോലെ തന്നെ വളരെ ആകാംക്ഷയുയർത്തുന്ന ഒരു ചോദ്യമാണ് ഈ ഫൈനലിന് ശേഷം ലിയോണൽ മെസ്സി ഉണ്ടാകുമോ, മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയർ എന്താണ് എന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന് ഇനി നേടാൻ ഒന്നും തന്നെ ബാക്കിയില്ലെന്ന് നമുക്കറിയാം. ലോക കിരീടം നേടിക്കഴിഞ്ഞു, സമ്പൂർണ്ണനായി തീർന്നു. അതിൽ നിന്ന് ഇനി പരിപൂർണനായി തീർന്ന അല്ലെങ്കിൽ സർവസ്വവും നേടിയ മെസ്സിയാണോ നമ്മൾ കാത്തിരിക്കുന്നത്? വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അനിവാര്യമായ മുറിവും അതിൽ നിന്നുയരുന്ന മരുന്നില്ലാത്ത വേദനയും പ്രതീക്ഷിച്ചാണ് അർജന്റീനിയൻ ആരാധകർ ഈ ലോകകപ്പിലെ തങ്ങളുടെ ഓരോ മത്സരവും കണ്ടത്. തോൽവിയെ അവർ ഭയന്നത് കയ്യിലിരിക്കുന്ന കിരീടം വിട്ടുകൊടുക്കാനുള്ള മടി കൊണ്ട് മാത്രമായിരുന്നില്ല. ഒന്ന് കാലിടറിയിരുന്നുവെങ്കിൽ കുറച്ചുനാളായി തങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ വിടവാങ്ങൽ നേരത്തെയാകാനുള്ള സാധ്യത കൂടുമായിരുന്നു. നെഞ്ചിടിപ്പ് കൂട്ടിയ കളികളിലൊക്കെ പലപ്പോഴായി ഹൃദയത്തിൽ നിന്ന് പേരറിയാത്തൊരു വികാരം തലപൊക്കി നോക്കിയതാണ്. സമയമായില്ലെന്ന് കാട്ടി ഉള്ളിൽ കുടുങ്ങിയ ആ വിങ്ങലിനെ അവസാന മിനിറ്റുകളിലെ മാന്ത്രികത കൊണ്ട് അവൻ തന്നെ മാറ്റിവെപ്പിച്ചു. ജയിച്ചാലും തോറ്റാലും ഇനിയൊരംഗം മാത്രമാണ് അമേരിക്കയിൽ ബാക്കിയുള്ളത്. അവിടെ ആഹ്ലാദത്തിൻ്റെ അങ്ങേത്തലക്കലോ നിരാശയുടെ കണ്ണീർ കയറ്റിലോ വെച്ച് എന്നേക്കുമായ 10ാം നമ്പർ ഉപേക്ഷിച്ചു മടങ്ങുകയാണെന്ന് ലിയോ തീരുമാനിക്കുമോ? പത്ത് വർഷം മുൻപ് അയാളുടെയും ആൽബിസെലസ്റ്റുകളുടെയും കണ്ണീർ മഴ കൊണ്ട് നനഞ്ഞൊരു കോപ്പ രാത്രിയിൽ എല്ലാം അവസാനിപ്പിച്ചു മടങ്ങിയതായിരുന്നു. സകല പാപഭാരവും പേറി അടക്കം ചെയ്യപ്പെട്ടവൻ കല്ലറ തുറന്നുയർത്തെഴുന്നേറ്റ് വന്ന് പിന്നീടുള്ളൊരു പതിറ്റാണ്ട് കാട്ടിക്കൂട്ടിയതൊക്കെ ദൃശ്യങ്ങളുള്ളതുകൊണ്ട് മാത്രം വരും തലമുറയെ വിശ്വസിപ്പിക്കാനാകും. ക്യാനറുകളെ അവരുടെ തറവാട്ടിൽ വെച്ച് തറ പറ്റിച്ചാണ് 28 വർഷമായി ചിതലരിച്ചു കിടന്ന ബ്യൂണസ് ഐറസിലെ ഷെൽഫിലേക്ക് അവൻ കിരീടത്തിൻ്റെ വെട്ടമെത്തിക്കുന്നത്. ഖത്തറിലെ സ്വപ്നയാത്രയുടെ ഒടുവിൽ ലുസൈലിലെ സ്വർഗരാവിൽ പൂർണ്ണത പുൽകുമ്പോൾ വിട പറയൽ പ്രതീക്ഷിച്ചതാണ്. അവൻ അപ്പോഴും പറഞ്ഞു, സമയമായില്ല. പതിറ്റാണ്ടുകളായി നിരാശയുടെ കയ്പുനീർ മാത്രം കുടിച്ച് വിലപിച്ച ആരാധകർക്ക് ഇനിയും അമൃത് പകരാനായി മാത്രമായി അയാൾ അമേരിക്കയിലുമെത്തി. ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത പലതും കാട്ടി ആനന്ദിപ്പിച്ചു. മറന്നുവച്ച റെക്കോർഡുകളൊക്കെ ഇടംകാലുകൊണ്ട് തട്ടിയെടുത്തു. മണിക്കൂറുകൾക്കപ്പുറം തുടർച്ചയായ 2ാം കിരീടം കാത്തിരിക്കുന്നു. കിക്ക് ഓഫിനും അപ്പുറം ആകാംക്ഷ ഫൈനൽ വിസിലിനു ശേഷം മെസ്സിയുടെ തീരുമാനം എന്താകുമെന്നതിലാണ്. കിരീടമോ മെസ്സിയോ എന്ന് ചോദിച്ചാൽ 3.5 തരവും അവൻ മാത്രമാണെന്ന് പറയുന്ന ഒരു ജനത മത്സരഫലം എന്തായാലും ഈ സമയമത്രയും ഹൃദയത്തിൽ റെക്കോർഡ് ചെയ്തു വയ്ക്കും. ഒരായുഷ്കാലം മുഴുവൻ തലച്ചോറിനെ ഉന്മാദിപ്പിക്കാനുള്ളത് അവൻ പണ്ടേ തന്നുകഴിഞ്ഞു. പക്ഷേ മോഹമടങ്ങുന്നില്ല. 2 പതിറ്റാണ്ടായി അയാൾക്ക് ചുറ്റും കറങ്ങുകയായിരുന്നുവല്ലോ നമ്മളൊക്കെയും. അതിനന്ത്യമാകുന്നുവെങ്കിൽ ആ ശൂന്യത നികത്താൻ ആർക്കാണ് കഴിയുക? പ്രിയപ്പെട്ട ലിയോ, കിരീടത്തിൽ തുടർച്ചയോ തീർപ്പോ ഉണ്ടാകട്ടെ. പന്തിന് പിറകെ ഓടുന്ന നിങ്ങളെ ഞങ്ങൾക്കിനിയും ആ നീലവെള്ളക്കുപ്പായത്തിൽ കാണണം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.